സംസ്ഥാനത്തെ ആദ്യ റോബോ പാർക്കിന് തൃശൂരിൽ തുടക്കമാകുന്നു. കോവളത്തെ സ്റ്റാർട്ടപ്പ് സമ്മേളനത്തിൽ കമ്പനിയുമായി കരാർ ഒപ്പിട്ടു. ലക്ഷ്യമിടുന്നത് 350 കോടിയുടെ നിക്ഷേപം. 10 ഏക്കർ ഭൂമിയിലാണ് റോബോ പാർക്ക് സ്ഥാപിതമാകുന്നത്. ഇന്ത്യയിലെ തന്നെ ആദ്യ സംരംഭമാണ് തൃശൂരിൽ ആരംഭിക്കുന്ന റോബോ പാർക്ക്. തൃശൂർ ജില്ലാ പഞ്ചായത്താണ് 10 ഏക്കർ ഭൂമി ഇതിനായി നൽകുന്നത്. 350 കോടി രൂപയോളം വിവിധ ഘട്ടങ്ങളിലായി സ്റ്റാർട്ടപ്പ് മിഷനും അവര് തെരഞ്ഞെടുക്കുന്ന സ്റ്റാർട്ടപ്പുകളുമാണ് അതിൽ മുതൽ മുടക്കുന്നത്. അതേസമയം ജില്ലാ പഞ്ചായത്തിന്റെ ഒരു നല്ല വാടകയും അവിടെ വരുന്ന ആയിരക്കണക്കിന് സഞ്ചാരികൾ ടിക്കറ്റൊക്കെ ഉണ്ടാവും. അതിൽ നിന്ന് ഒരു 15% ജില്ലാ പഞ്ചായത്തിന് ലഭ്യമാകുന്ന ജില്ലാ പഞ്ചായത്തിന്റെ തനത് വരുമാനം കൂടി വർദ്ധിപ്പിക്കുന്ന ഒരു പ്രോജക്റ്റായിട്ടാണ് ഇത് മാറാൻ പോകുന്നത്. ഇൻഗർ റോബോട്ടിക് കമ്പനിയാണ് സ്റ്റാർട്ടപ്പിന് പിന്നിൽ. 350 കോടി രൂപയാണ് നിക്ഷേപം. നിരവധി തൊഴിലവസരങ്ങൾ ഉണ്ടാകും. 4 വിഭാഗങ്ങളായിട്ടായിരിക്കും റോബോട്ടിക് പാർക്ക് പ്രവർത്തിക്കുക. പൊതുജനങ്ങൾക്ക് റോബോട്ടുകളുടെ ലോകം നേരിട്ട് അനുഭവിക്കാനാകും. വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കുടുംബത്തിന്, ഒരു ഫാമിലിക്ക് ടെക്നോളജിനെ പറ്റിയിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അവരിവിടെ വന്ന് ടിക്കറ്റ് എടുത്തതിനകത്ത് കയറി കഴിഞ്ഞാൽ ടെക്നോളജിയുടെ എവല്യൂഷൻ, അതായത് ബിഗ് ബാങ്കിൽ ഒരു ജീവനുണ്ടായി, ആ ജീവൻ 2 സെല്ല് 2ആയി മാറി മനുഷ്യനുണ്ടായി, മനുഷ്യൻ തീ കണ്ടുപിടിച്ചു, ചക്രം കണ്ടുപിടിച്ചു, ഇന്ന് കാണുന്ന ഇത്രയും ആ എവല്യൂഷൻ തൊട്ട് അത് എല്ലാം ലൈവായിട്ട്, അതായത് റോബോട്ടിക്സിലെയും AI-യുടെയും IoT-യുടെയും ഒക്കെ പ്രൊഡക്റ്റുകളും പ്രൊജക്ടുകളും നേരിട്ട് കണ്ട് അതിനോട് ഇന്ററാക്ട് ചെയ്ത് ഒരു 3.5 മണിക്കൂർ അവർ അതാണ് എൻജോയ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആസ്വദിക്കുന്നത്. ഇത് കണ്ടാൽ മാത്രമല്ല അവർക്ക് അതുപോലൊരു പ്രൊജക്ട് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു മേക്കർ സ്പേസ് ഉണ്ട്. അവിടെ ഇരുന്നിട്ട് അവർക്ക് ചെറിയൊരു പ്രൊജക്റ്റോ വലിയൊരു പ്രൊജക്റ്റോ ചെയ്യാനായിട്ടുള്ള വർക്ക്ഷോപ്സും കമ്പോണൻസും സെൻസേഴ്സും സാധനങ്ങളും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ബേസിക്കലി ഇറസ്പെക്ടീവ് ടു ഇൻഡസ്ട്രീസ് ആർക്കും വന്നിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കാം. കോവളത്തെ സ്റ്റാർട്ടപ്പ് സമ്മേളനത്തിലാണ് കരാർ ഒപ്പിട്ടത്. ഈ സംരംഭമായി സമീപിച്ചപ്പോ സർക്കാരിന്റെ ഇടപെടൽ എങ്ങനെയായിരുന്നു? വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. നമ്മൾ CM-നെ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു, അദ്ദേഹം വളരെ സപ്പോർട്ടീവായി. ദെൻ ജില്ലാ പഞ്ചായത്തിന്റെ ഒരു ലാൻഡ് ഉണ്ട്, അപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷനാണ് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട്, അപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷൻ ജില്ലാ പഞ്ചായത്തായി സംസാരിച്ചിട്ട് കാര്യങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു റെക്കോർഡ് വേഗത്തിലാണ് കാര്യങ്ങളെല്ലാം നടന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.